വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു തമാശയായിട്ട് തോന്നും. പക്ഷേ യാഥാർത്ഥ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും മുരിങ്ങയ്ക്ക കഴിക്കുന്നവരാണ്. അത് സാമ്പാറിലാണെങ്കിലും അവിയലിലൊക്കെ ആണെങ്കിലും നമ്മൾ മുരിങ്ങയ്ക്ക ഒരുപാട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, മലയാളികൾ പ്രത്യേകിച്ച്. മുരിങ്ങയ്ക്കയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. ആട്ടും പാലിന് തുല്യമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ഈ മുരിങ്ങപ്പൂവിനെ നമ്മൾ നിസ്സംഗതയോടെയാണ് കാണുന്നത്. കാരണം നമ്മുടെ മുറ്റത്തും തൊടിയിലും ഒക്കെ മുരിങ്ങയുടെ ചുവട്ടിൽ കിടക്കുന്ന ഈ മുരിങ്ങപ്പൂവ് നമ്മൾ നിസ്സംഗതയോടെയാണ് കാണുന്നത്. അടുത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വലിയ ഉപയോഗം ഇല്ലെന്നാണ് നമ്മുടെ ഒരു ചിന്താഗതി. കാരണം മണ്ണ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഈ മുരിങ്ങപ്പൂവ് ഏറ്റവും വിലയുള്ള ഒരു വസ്തുവായി മാറാൻ അധിക കാലം വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും എന്ന് പറഞ്ഞു. നമ്മളൊരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുകയും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയങ്ങളാണ്. നമ്മുടെ ആശയങ്ങളെ ബിസിനസ് ആക്കി മാറ്റുമ്പോഴാണ് അതിൽ വിജയം ഉണ്ടാകുന്നത്. ഒരുപാട് ആശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. മുമ്പ് പറഞ്ഞു മുരിങ്ങപ്പൂവ് ഏറ്റവും വിലയുള്ള ഒരു വസ്തുവായി മാറും എന്ന് പറഞ്ഞതിന്റെ കാരണം മുരിങ്ങപ്പൂവിന് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്, പഴമക്കാരൊക്കെ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ളവർ കറി വെച്ച് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പല ആൾക്കാരോടും ഞാൻ ചോദിച്ചപ്പോൾ പല ആൾക്കാർക്കും, അല്ലെങ്കിൽ 10 പേരിൽ 6 പേരും ഇത് കഴിച്ചിട്ടില്ലെന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. എന്നാൽ ഇതിന് നല്ലൊരു പോഷക ഗുണമുള്ള ഒരു വസ്തുവാണ്. ഇതിന്റെ പോഷക ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. പ്രമേഹ രോഗികൾക്ക് ഇത് അത്യുത്തമമായിട്ടുള്ള ഒരു വസ്തുവാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ഇത് പാലിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. കൊളസ്ട്രോൾ കുറയും, പ്രതിരോധ ശേഷി കൂടും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ, അയണിന്റെ കണ്ടന്റുകൾ കൂടുതലുണ്ട് ഇതിന്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ് മുരിങ്ങപ്പൂവ്. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ചിരിയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ബിസിനസിന്റെ സാധ്യതയും മാറുമെന്ന്. ഉദാഹരണം ഞാൻ പറയാം. ബോട്ടിൽ വാട്ടർ മാർക്കറ്റിൽ വരുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമുക്ക് വെള്ളം കുപ്പിയിൽ പായ്ക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്താൽ അതിൽ നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും. കാരണം നമുക്ക് യാത്ര പോവുകയാണെങ്കിൽ അടുത്തൊരു വീട്ടിൽ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം ചോദിച്ചാൽ അവർ തരും. അത് മാത്രമല്ല, നമ്മൾ പോകുന്ന വഴികളിലെല്ലാം കിണറുകളുണ്ട്. ആരോട് ചോദിച്ചാലും ഒരു ഗ്ലാസ് വെള്ളം തരാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ജനങ്ങളല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ വെള്ളം നമുക്ക് പായ്ക്ക് ചെയ്ത് വിൽക്കാൻ സാധിക്കും? നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് വെള്ളം ബോട്ടിലിൽ പായ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ വിലയാണ് ഇപ്പോൾ വെള്ളത്തിന്. 20 രൂപ മുതൽ 2000 രൂപ വിലയുള്ള ബോട്ടിൽ വാട്ടർ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 20 രൂപ മുതൽ 2000 രൂപ വരെ മാർക്കറ്റിൽ വിലയുള്ള വെള്ളം എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം, സാധാരണക്കാരൻ ഒരു കാരണവശാലും 2000 രൂപയുടെ വാട്ടർ മേടിച്ച് കുടിക്കാൻ സാധിക്കില്ല. അവർ 20 രൂപയുടെ വെള്ളം മാത്രമേ കുടിക്കൂ. അത്ര പോകുമ്പം വെള്ളം നമുക്ക് മനസ്സുറപ്പാടെ കുടിക്കാനായിട്ട് കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ബോട്ടിൽ വാട്ടറിനെ ആശ്രയിക്കുന്നത്. എന്നാൽ 2000 രൂപയുടെ വാട്ടർ കുറച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാരും സെലിബ്രിറ്റികളൊക്കെയാണ് ഈ 2000 രൂപയുടെ വാട്ടർ കുടിക്കുന്നത്. അതാണ് സാധ്യത എന്ന് പറഞ്ഞതുപോലെ മുരിങ്ങപ്പൂവും വലിയ വിലയുള്ള ഒരു വസ്തുവായി മാറും. അത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് ഇത് നിർമ്മിക്കുവാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു ബിസിനസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇത്രയും ഗുണമുള്ള ഒരു മുരിങ്ങപ്പൂവ് നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുമോ? കിട്ടത്തില്ല. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് ഈ മുരിങ്ങപ്പൂ എങ്ങനെ കയറ്റി അയക്കാൻ സാധിക്കും? ഫ്രഷായിട്ട് അയക്കണ്ടേ കറി വെക്കാനായിട്ട്? അതും ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമുക്കിതിനൊരു ബിസിനസ് ആക്കി മാറ്റാനുള്ള ഒരു സാധ്യത ഇതിൽ ഒളിഞ്ഞു കിടക്കണം. നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഡ്രയറുകൾ വാങ്ങാൻ സാധിക്കും. ചെറിയ വിലയ്ക്ക് നമുക്ക് 3000 രൂപ 4000 രൂപയ്ക്കൊക്കെ ഇത് വാങ്ങാൻ സാധിക്കും. ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ഡ്രയറുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഈ ഡ്രയറുകളിൽ ഈ മുരിങ്ങപ്പൂ ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. പല ആൾക്കാർക്ക് ഇപ്പം മുരിങ്ങയില പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മുരിങ്ങയില പൊടി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ മുരിങ്ങപ്പൂവും നമുക്കൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റാം. അതൊരു വലിയ സംവിധാനത്തിലേക്ക് വരാനായിട്ട് അധികം നാളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുരിങ്ങപ്പൂവിന് വലിയൊരു വിലയുള്ള വസ്തുവായി മാറുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ചെയ്യാവുന്നതാണ്. ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. മുരിങ്ങപ്പൂ അത് ക്വാണ്ടിറ്റി കൂടുമ്പോൾ അല്ലെങ്കിൽ ഓർഡർ കൂടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുരിങ്ങപ്പൂ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ചെയ്തതിനു ശേഷം അതിൻ്റെ ബോട്ടിലിൻ്റെ ഡിസൈൻ പാക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുവാൻ സാധിക്കും. പ്രോഡക്റ്റ് ആക്കി മാറ്റിയതിനു ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുവാനുള്ള സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അത് ഗുണമുള്ളതാണെങ്കിൽ, ഫലപ്രദമാണെങ്കിൽ വിദേശ രാജ്യത്തേക്ക് അയക്കാനുള്ള എല്ലാ സഹായങ്ങളും ലിസ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലിസ ഗ്രൂപ്പ് ചെയ്തു തരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് അംഗമാകുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ അംഗങ്ങളാകുന്ന എല്ലാ വ്യക്തികൾക്കും ഇതിൻ്റെ ലാഭവിഹിതം ഷെയർ ചെയ്യുന്ന രീതിയിലേക്കാണ് ലിസ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. ലിസ ഗ്രൂപ്പ് ഈ പ്രോഡക്റ്റ് നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ ഇത് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ എല്ലാം ബിസിനസ് ആയിരിക്കും. എല്ലാ സാധ്യതയും നമുക്ക് എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാം എന്നതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് മുരിങ്ങപ്പൂ വലിയ വിലയുള്ള വസ്തുവായി മാറും എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം. കൂടാതെ പല ആൾക്കാരും നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളൊരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടതിന് ശേഷം ലിങ്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ലേറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ആ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിസ ആപ്ലിക്കേഷനിൽ അംഗമാകുന്ന എല്ലാവർക്കും വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു പലചരക്ക് കട നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ ടെക്നോളജി മാത്രമേ ഉള്ളൂ. ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിൽ വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ഒരു ടാബോ മതി. ഒരു ഡെസ്ക്ടോപ്പിന് എങ്ങനെയായാലും ഒരു 12 രൂപ, നല്ലൊരു സ്പീഡുള്ള ഒരു ഡെസ്ക്ടോപ്പിന് ഒരു 12 രൂപയിലൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും സെക്കൻഡ് ഹാൻഡ്. തൽക്കാലം അത് മതി. ഒരു ലാപ്ടോപ്പിനാണെങ്കിലും ഒരു 12 രൂപ 15 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പലചരക്ക് കട നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ട്രിക്ക്, ബിസിനസ് ഐഡിയ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അന്നന്ന് ഇടുന്ന വീഡിയോസുകൾ വ്യക്തമായിട്ടും നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻ്റ് എഴുതുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.